നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ 43-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കോവിഡ് കാലത്ത് ഇടുക്കി ജില്ലയിൽ ബോർഡർ ചെക്ക് പോസ്റ്റുകൾ ഗവൺമെൻറ് ഉത്തരവിന് വിരുദ്ധമായിട്ട് കറുപ്പസ്വാമി എസ് പിയും ജില്ലാ ഭരണകൂടവും എല്ലാവർക്കും പ്രവേശിക്കത്തക്ക രീതിയിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തുറന്നു കൊടുത്തത് സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2020 മാർച്ചോടുകൂടി ഏതാണ്ട് ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും മാർച്ച് അവസാനത്തോടുകൂടി കോവിഡിൻ്റെ മാരകമായ പ്രഹരം നമ്മളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും പൂർണ്ണമായും നിശ്ചലമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആദ്യമായിട്ടൊരു മീറ്റിംഗ് ഇടുക്കി കളക്ട്രേറ്റിൽ 18/4/2020 നടന്നു. അന്നത്തെ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു ആ മീറ്റിങ്ങിൽ വൈദ്യുതി മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അന്നത്തെ പീരുമേട് MLA ആയിരുന്ന ES ബിജിമോളോട് ശുപാർശയൊന്നും കയറി ഈ കാര്യത്തിൽ ചെയ്തു കളയരുത്, പോലീസ് സ്റ്റേഷനിലെങ്കും പോലീസുകാർ GDയിലൊക്കെ എഴുതി വെച്ച് കളയും, ശ്രദ്ധിച്ചോണമെന്നുൾപ്പെടെയുള്ള വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കേണ്ട സമയമാണെന്നൊക്കെ അദ്ദേഹം ഉദ്ഘോഷിച്ചാണ് സംസാരിച്ചത്. ജില്ലയിലെ ഏകദേശം എല്ലാ ജനപ്രതിനിധികളും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു, എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരും. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു മാർഗനിർദ്ദേശം എന്ന നിലയിൽ ഗവൺമെൻറ് ഉത്തരവ് നമ്പർ GORT നമ്പർ 1411/20 ഡേറ്റഡ് 2/5/2020 ആയിട്ട് കോവിഡ് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോക്കോളുകളും മാത്രമല്ല, സംസ്ഥാനത്ത് ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് പൊതുജനത്തിന് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് നിലവിൽ വന്നിട്ടുള്ളതാണ്. നിലവിൽ വന്ന ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഇടുക്കി ജില്ലയിൽ കുമിളി മാത്രം ഒരൊറ്റ അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റ് മാത്രമേ പൊതുജനത്തിന് യാത്ര ചെയ്യാവുന്ന സൗകര്യത്തിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് കടന്നു വരാവുന്ന ചെക്ക് പോസ്റ്റായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാക്കി ഇപ്പം കമ്പംമേട് ചെക്ക് പോസ്റ്റുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ബോഡിമെട്ടിൽ ചെക്ക് പോസ്റ്റുണ്ട്. അതുകൂടാതെ മറയൂർ പോലീസ് സ്റ്റേഷനിലും ചെക്ക് പോസ്റ്റുണ്ട്. ഇതെല്ലാം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 4 ഇൻ്റർ സ്റ്റേറ്റ് ചെക്ക് പോസ്റ്റുകളാണ് ഞാനീ പറഞ്ഞത്. അതുകൂടാതെ വനത്തിലൂടെയും എസ്റ്റേറ്റുകളിലൂടെയൊക്കെ പിന്നെ കുറുക്കു വഴികളും കാനനപാതകളും ഒക്കെ വ്യാപകമായിട്ടുണ്ട്. എന്തായാലും ശരി, ഇതിൻ്റെ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം 208 ക്യാമ്പ് 2020 എന്ന് പറയുന്ന കറുപ്പസ്വാമിയുടെ ഒരു ഉത്തരവ് ഡേറ്റഡ് 4/8/2020 പ്രകാരം എന്നെ ഈ കുമിളി മുതൽ ഈ മറയൂർ ബോർഡർ വരെയുള്ള ചെക്ക് പോസ്റ്റുകളുടെ എല്ലാം കോവിഡ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിട്ട് ഒരു ഉത്തരവ് ഇറക്കി തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സബ് ഡിവിഷൻസ് വരുന്നത് കട്ടപ്പനയും മൂന്നാറുമാണ്. കാരണം പിന്നെ അന്ന് പീരുമേട്ടിലും ഒന്നും സബ് ഡിവിഷൻ വന്നിട്ടില്ല. 2021 പീരുമേട്ടിൽ സബ് ഡിവിഷൻ വരുന്നത്. അതായത് 2021 ഇലക്ഷനും തൊട്ട് മുമ്പായിട്ടാണ് പീരുമേട്ടിലൊക്കെ സബ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ കുമിളി മുതൽ ഈ മറയൂർ വരെയുള്ള ഏരിയയിൽ ഈ പ്രധാനപ്പെട്ട ഈ 4 ചെക്ക് പോസ്റ്റ് പിന്നെ റോഡുകളും ഏതാണ്ട് ക്ലോസ് ചെയ്ത രീതിയിലായിരുന്നു പ്രവർത്തനം ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു. നമുക്കറിയാം, ഇടുക്കി ജില്ലയിലെ ഈ പറയുന്ന ബോഡിമെട്ടെന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് ഉടുമ്പൻചോല മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഈ മീറ്റിങ്ങിൽ പ്രസംഗിച്ച
മന്ത്രി, അദ്ദേഹത്തിന് തന്നെ മണ്ഡലമാണ് ഈ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പരിശോധിക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ കാര്യപ്രാപ്തിയോടുകൂടി അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് കുമിളി ചെക്ക് പോസ്റ്റ് വഴി മാത്രമാണ്, അതും 72 മണിക്കൂറിനകം പരിശോധിച്ച കോവിഡ് സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ള ആളുകളെ മാത്രം അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കി വളരെ സ്ട്രിക്റ്റായിട്ടായിരുന്നു ആദ്യം അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്. ഞാൻ 21/9/2020 ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലെത്തി പരിശോധിച്ചതിൽ കാര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞതായിട്ടും ഏത് വാഹനത്തിനും യാതൊരു കോവിഡ് പ്രോട്ടോക്കോളും ഇല്ലാതെ യാതൊരു പരിശോധനയും ഇല്ലാതെ ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി ഏത് സമയത്തും ആർക്കും കടന്നു പോകുന്ന സ്ഥിതിയാണെന്ന് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിൻ്റെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു എൻട്രി അനുവദിക്കണമെങ്കിൽ, ഒരു പബ്ലിക്കിനൊരു എൻട്രി നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ നിർബന്ധമായിട്ടും പരിപാലിക്കപ്പെടണമെന്നാണ് ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു കുറുക്ക് വഴി കണ്ടു. ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വരുന്നത് ശാന്തമ്പാറ പഞ്ചായത്താണ്. ശാന്തമ്പാറ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് ഒരാളെയും അവിടെ പേരിന് വെച്ചു. ആരോഗ്യ വിഭാഗത്തിൽ വരുന്ന ആൾ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ ആരോഗ്യ പരിപാലനം എന്ന് പറഞ്ഞ് ആണ് പുറംവാതിൽ വഴി നിയമിക്കുന്നൊരു സംവിധാനമാണ്. ഇവർക്ക് ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ ABCD അറിയില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ്. ഇത് ഏറെ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളും കോർപ്പറേഷനും പുറംവാതിൽ വഴി അവരുടെ പാർശ്വവർത്തിയരായ ആളുകളെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യമായി മുൻനിർത്തിയും മറ്റും പുറംവാതിൽ വഴി നിരവധി ആളുകളെ നിയമിച്ച് ശമ്പളം നമ്മളെ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുന്നൊരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ശാന്തമ്പാറ പഞ്ചായത്തിൽ നിന്നുള്ള ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയാണ് ജില്ലാ ഭരണകൂടം അവരുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒന്നും അറിയാതെ അവിടെ നിയോഗിച്ചിട്ടുള്ളതെന്നും മനസ്സിലായി. എന്തായാലും ഇത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമായതിൻ്റെ കാരണത്താലാണ് ഞാൻ അതിൽ വളരെ വിശദമായൊരു മകസറൊക്കെ തയ്യാറാക്കി കടന്നു വന്ന വണ്ടികളുടെ വിവരങ്ങളും ആ ബുക്കും എല്ലാം കണ്ട് പോയ വണ്ടികളുടെ വിവരങ്ങളൊക്കെ ചുരുക്കത്തിൽ രേഖപ്പെടുത്തി ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു റിപ്പോർട്ട്, കേസ് രജിസ്റ്റർ ചെയ്ത് കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് കടന്നു പോയതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു. സ്വാഭാവികമായി കത്ത് കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന്. കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കത്ത് കൊടുക്കുന്നത്. കാരണം അതിനുള്ള ഇച്ഛാശക്തിയോ നട്ടല്ലോ ഈ സംവിധാനത്തിനില്ല. അതല്ലെങ്കിൽ കറുപ്പസ്വാമിയെ പോലുള്ള SP-മാർ ഈ ജില്ലകളിൽ, കറുപ്പസ്വാമിയുടെ മാത്രമല്ല നല്ലൊരു ശതമാനം IPS-കാരുടെയും സ്ഥിതി ഇതാണ്, ഡയറക്റ്റ് IPS-കാർ ഉൾപ്പെടെ. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറാമൂളികളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുള്ളത് ഈ കോവിഡ് പ്രോട്ടോക്കോള് ശക്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് മീറ്റിങ്ങിൽ പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ തന്നെ താല്പര്യപ്രകാരം ആവാം. അതിനാണ് സാധ്യതയും കൂടുതൽ. എന്തായാലും കത്ത് കൊടുത്തു. മാത്രമല്ല കത്തിന് മേധാവി അറിയാണ്ട് ഇരിക്കണ്ട എന്ന് വിചാരിച്ച് കത്തിൻ്റെ ഒരു കോപ്പി ജില്ലാ പോലീസ് മേധാവിക്കും കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല. ഞാൻ വീണ്ടും പോയി പരിശോധിച്ചു. അപ്പോൾ കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. ഇത് നമ്മളതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ പോലീസിലെ നോഡൽ ഓഫീസർ തസ്തികകളെല്ലാം ഈ ഏണിചാരൽ പരിപാടികളാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ പെടലിക്ക് വെക്കും. ഇതിന് ഏകീകൃതമായൊരു സിസ്റ്റമൊന്നുമില്ല. ഒരു ജില്ലയിൽ നർക്കോട്ടിക് DYSP ആയിരിക്കും നർക്കോട്ടിക്കിൻ്റെ നോഡൽ ഓഫീസർ, മറ്റൊരു ജില്ലയിൽ DCRB DYSP ആയിരിക്കും. അങ്ങനെ ഈ സിസ്റ്റം പോകുന്നത് എനിക്ക് തന്നെ അറിയാവുന്നതാണ്. കാരണം ഏകീകൃത സ്വഭാവം ഒന്നിനുമില്ല. ഇച്ചിരി ജോലിയൊക്കെ എടുക്കുന്നവനുണ്ടെങ്കിൽ അവൻ്റെ പെടലിക്കെല്ലാം വെച്ച് കൊടുക്കും. എന്തായാലും ശരി, ഈ പറയുന്ന മൂന്നാറിലെ ASP-യോ കട്ടപ്പനയിലെ DYSP-യോ കറുപ്പസ്വാമിക്ക് അവിശ്വാസം ഉണ്ടായിട്ടല്ല എന്നെ ഏൽപ്പിച്ചത്. ഒരു ഏണിജാലർ പരിപാടിയാണ്. ഇതുപോലെ ആളുകളെ കടത്തിവിടുക, നാളെ അത് വാർത്തയാവുകയാണെങ്കിൽ അതൊരു മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ പൊതു വേദിയിലോ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പണി ഒപ്പിച്ച് തരാം എന്ന കണക്കൂട്ടലിലാണ് നമ്മളെ നിയമിച്ചതെന്ന് മനസ്സിലായി. കാരണം ഇല്ലെങ്കിൽ ഈ എൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം, അല്ലെങ്കിൽ അത്
കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനുള്ള നടപടിയെടുക്കണം. ഇത് രണ്ടും ഉണ്ടായില്ല. 30/9/22 ഞാൻ എൻ്റെ സ്ട്രെങ്തുമായിട്ട് രാവിലെ അവിടെ എത്തി. 7:35 മണിക്ക് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലെത്തി. വ്യാപകമായിട്ട് വാഹനങ്ങൾ വന്നു പോകുന്നതായിട്ട് കണ്ടു. കുറച്ച് വാഹനങ്ങൾ കണ്ട് മകസറും മറ്റും തയ്യാറാക്കി. അപ്പം തന്നെ ഞാൻ ചെന്നെത്തിയ സമയത്ത് തന്നെ ശാന്തമ്പാറ SHO വിളിച്ചെങ്കിലും അയാൾ 1 മണിക്കൂറിനകം അവിടെ എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അയാൾ 8:45 കഴിഞ്ഞ കണ്ടാണ് അന്ന് അവിടെ എത്തുന്നത്. അപ്പം ശാന്തമ്പാറ SHOയുടെയൊക്കെ നിലപാട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വന്നു. ഈ പിടിച്ച വണ്ടികൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അത്ര എളുപ്പമല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ ഈ വന്ന വാഹനങ്ങൾ, നിയമവിരുദ്ധമായി പ്രവേശിച്ച വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മകസർ, ഞാൻ എൻ്റെ ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു, സുവർണകുമാർ എന്നൊക്കെ പറയുന്ന ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഈ 2-3 വാഹനങ്ങളൊക്കെ മുല്ലപ്പെരിയാറിലുണ്ട്. വാഹനങ്ങൾ കുറവില്ല, സ്ട്രെങ്തിനും വലിയ കുറവില്ല. പിന്നെ പകുതിയിലധികം ആളുകളെ ഞാനവിടെ നിർത്താറില്ല എന്നേ ഉള്ളൂ. കാരണം അതിനുള്ള സൗകര്യമില്ല. 124 എന്ന് പറഞ്ഞ സ്ട്രെങ്ത് എന്തിനാണെന്ന് നിയമിച്ചവർ തന്നെ ആൻസർ പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശരി, ഞാനവിടെ പകുതിയിലധികം ആളുകളെ ഒരു കാരണവശാലും ഒരു സമയം അനുവദിച്ചിട്ടില്ല. അനുവദിക്കാൻ പറ്റത്തുമില്ല, കാരണം തങ്ങാനുള്ള സൗകര്യം കൊടുക്കണ്ട. അപ്പോൾ എന്തായാലും ഈ മകസറൊക്കെ തയ്യാറാക്കി. ഈ ഇൻസ്പെക്ടർ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞെത്തി. അദ്ദേഹത്തിനൊക്കെ കൊടുത്ത് ഞാൻ കൈപ്പറ്റ് രസീത് ഒപ്പിട്ടൊക്കെ സീൽ ചെയ്ത് വാങ്ങിച്ചു. നടപടി ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷിച്ചല്ല ആ നടപടിയിലേക്ക് പ്രവേശിച്ച. കാരണം ഒന്നുകിൽ ഇത് നമ്മുടെ പെടലിക്കുന്ന ചുമന്ന് മാറ്റണം, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഏതായാലും നിമിഷങ്ങൾക്കകം 3 ASPയുടെ ഒരു കോള് വന്നു. ഇനി നിങ്ങൾ ഈ സ്ഥലം, അത് ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വരുന്ന 3 സബ് ഡിവിഷനാണ്, ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ. ഈ 3 സബ് ഡിവിഷൻ ഏരിയയിലെ കോവിഡ് എൻഫോഴ്സ്മെൻറ്റിൽ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പുള്ളി പറഞ്ഞു. ഇത് എന്നോട് പറയേണ്ട പുള്ളിയല്ല, കറുപ്പസ്വാമിയാണ്. എങ്കിൽ പോലും കറുപ്പസ്വാമി പറഞ്ഞില്ല, പകരം ഇയാൾ പറഞ്ഞു, ഈ ASP പറഞ്ഞു. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുമില്ല. കാരണം ഇത് എങ്കിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചൊരു റിപ്പോർട്ട് കൊടുത്തു. ഇങ്ങനെ ASP ഇങ്ങനെ വിളിച്ചു, ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ കോവിഡ് എൻഫോഴ്സർ. അതുകൊണ്ട് തുടർന്ന് കട്ടപ്പന സബ് ഡിവിഷനിലെ കമ്പമ്മേട്, കുമളി ചെക്ക് പോസ്റ്റുകളിലെ കാര്യങ്ങൾ മാത്രം ഇനി നോക്കുന്നതാണെന്ന് അറിയിച്ചു. കാരണം ഇല്ലെങ്കിൽ നാളെ പിന്നെ ഇതുവഴി വണ്ടി പോയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇയാൾ പിടിക്കാൻ വരുന്ന കക്ഷിയാണല്ലോ കറുപ്പസ്വാമിമാർ. ഇവരെയൊക്കെ അതിനല്ലേ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും പിന്നെ പണി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിലാണ് ഈ IPSകാരുടെ പ്രധാന പണി. അത് അങ്ങനെ ഒപ്പിച്ചു കൊടുത്താൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരമായിട്ട് മാറാൻ പറ്റുമോ എന്നുള്ള പ്രത്യാശ. അക്കൂട്ടത്തിലാണല്ലോ MR അജിത്കുമാറൊക്കെ ഈ പണി രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ല, MR അജിത്കുമാറിന് അതിൽ നിന്ന് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം അതിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കുള്ളത് ബോഡിമെട്ടും കുമളിയാണ്. കുമളിയിൽ അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു പരുവത്തിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ 26/8/21 ഞാൻ കമ്പമേളിലും ഒക്കെ സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചരിച്ചതിൽ നിന്നൊരു വിവരം കിട്ടി. അന്നേ ദിവസം രാവിലെ വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റുമായിട്ട് ആളുകൾ പ്രവേശിക്കുകയും ഇക്കാര്യത്തിൽ പോലീസ് നിയമ നടപടികളൊന്നും സ്വീകരിക്കാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന ജീപ്പുകാരന് പെറ്റി കേസ് കൊടുത്ത് സംഭവം രഹസ്യമായിട്ട് ഒതുക്കി തീർത്തു. കേസെടുക്കേണ്ട സംഭവമാണ്. വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോർജറിയാണ്. അപ്പോൾ കൃത്യമായിട്ട് കേസെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിലൊരു എന്തായാലും കേസ് ഈ വിവരം എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ SHOയെ വിളിച്ച് പറഞ്ഞാൽ കേസെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാലും കേസെടുക്കത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഭാഗം അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേസെടുക്കാൻ പറഞ്ഞത്. ഇവർ ചെയ്തില്ല. എന്തായാലും ശരി, ഞാൻ തീരുമാനിച്ചു നമ്മുടെ ബോഡിമെട്ടിൽ പോയി പരിശോധിച്ചതുപോലെ ഒരു പരിശോധന കമ്പമേടും വേണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പോലീസിനെയൊക്കെ മൊബിലൈസ് ചെയ്തു. പോലീസ് വാഹനവും 27/8/21 സെറ്റ് ചെയ്തു. അത് ഈ കറുപ്പസ്വാമി പാർട്ടികളും അറിഞ്ഞു അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്നുണ്ടെന്നുള്ള വിവരം. 26/8/21 അന്നത്തെ അഡീഷണൽ SP ആയിരുന്ന സുനിൽകുമാറാണെന്ന് തോന്നുന്നു, രേഖാമൂലം ഒരു മെസ്സേജ് ഓഫീസിലേക്ക് അയച്ചു. നിങ്ങളെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റുമായി ഏൽപ്പിച്ചിരുന്ന ബോർഡർ ചെക്ക് പോസ്റ്റിൻ്റെ ചുമതലകളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ചെയ്തിരിക്കുന്നു എന്ന് അറിയിച്ചു. മഹാസന്തോഷമായി. കാരണം നമ്മുടെ പിടലിക്ക് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള മുഴുവൻ വണ്ടികളും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കടത്തി വിടുന്ന
അട്ടിമറി സംവിധാനത്തിൽ നിന്ന് ഭാഗമാകാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതാണ് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവർക്ക് അവിടെ തുടരണമെങ്കിൽ, അല്ലെങ്കിൽ കറുപ്പസ്വാമിക്ക് അവിടെ തുടരണമെങ്കിൽ ഇമാതിരി തരികിടകളൊക്കെ നടത്തേണ്ടി വരും. അത് ആ വഴിക്ക് നടന്നോട്ടെ. ഇതിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായത്, ഈ 30/9/20 ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് പരിശോധിച്ച സമയത്ത് ചില പാസുകൾ കണ്ടെടുത്തു. അതായത് പോലീസ് കൊടുത്തേക്കുന്ന പാസുകളാണ്. പോലീസിന് പാസ് കൊടുക്കാൻ യാതൊരു അധികാരവും ഇല്ല, യാതൊരു അവകാശവും ഇല്ല. പാസ് കൊടുക്കാനുള്ള അധികാരം വന്നാൽ എനിക്ക് തോന്നുന്നു കളക്ടറിൽ മാത്രമായിട്ട് നിക്ഷിപ്തമായിട്ടിരിക്കുന്നൊരു സമയമാണ്. സ്പെഷ്യൽ പാസ് അനുവദനീയമായിട്ടുള്ളത് കളക്ടർ താഴെ ആർക്കും തന്നെ, ഈവൻ ജില്ലാ പോലീസ് മേധാവിക്ക് പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് പോലീസിൻ്റെ പേരിൽ എൻട്രി പാസ്, ബോർഡർ ചെക്ക് പോസ്റ്റുകൾ കടക്കാനുള്ള പാസ് നമ്മൾ വാഹന പരിശോധന കണ്ടെത്തി. അപ്പം നമ്മൾ പരിശോധിച്ച വണ്ടിയിൽ ഒരാളുടെ കയ്യിൽ ഈ പാസ് കണ്ടു. അപ്പോൾ എവിടുന്ന് പാസ് കിട്ടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു, CPM-ൻ്റെ. അപ്പോൾ അതിന് എത്ര പൈസ കൊടുത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞ അയാൾ 300 രൂപ കൊടുത്തിട്ടാണ് പാസ് വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചതിനകത്ത് ഒപ്പും സീലും ഒന്നും ഇല്ലല്ലോ. അത് ഒപ്പും സീലും ഒന്നും ഇല്ല, ഇത് കാണിച്ചാൽ ചെക്ക് പോസ്റ്റ് വഴി കിടക്കാം. അപ്പോൾ നമ്മുടെ ശാന്തമ്പാറ പോലീസിൻ്റെ അനുമതിയോടുകൂടി ഇറക്കിയ പാസ്സാണെന്ന് വളരെ വ്യക്തമായി. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ആളുകൾ ജീവിക്കാൻ കണ്ടെത്തിയ ഓരോരോ മാർഗങ്ങളാണ് ഒപ്പിടാത്ത പോലീസിൻ്റെ പേരിലുള്ള വ്യാജ പാസുകൾ ഉൾപ്പെടെ. ശാന്തമ്പാറ സിയുടെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പാസ് കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ അങ്ങനെ പാസിനെ പറ്റി അറിയില്ല സാർ, നമ്മൾ ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒപ്പില്ല, ഒപ്പിടാത്ത പാസ്സാണ്. ഒപ്പിടാത്ത പാസ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ കേസെടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒപ്പിടാത്ത പാസിനും കേസില്ല. അപ്പോൾ എന്നതിലൊന്നും മനസ്സിലാവാം ഇവരെല്ലാം എന്ത് കോവിഡ് എൻഫോഴ്സ്മെൻ്റാണ് ജില്ലയിൽ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമാക്കാം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭിക്ഷാന്തേഹികളായിട്ട് അവരുടെ അടിമത്തം സ്വീകരിച്ച് കഴിയുന്ന ഇടുക്കി ജില്ലയിലെ മേധാവിമാർക്കും അവരുടെ അനുയായികൾക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.